2026 മെയ് മാസത്തിലെ കണക്കുകൾ പ്രകാരം ഇറാൻ പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളുള്ള രാജ്യമാണെന്നും ഇറാന്റെ ആയുധശേഷി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട്. എന്നാൽ ട്രംപിന്റെ അവകാശവാദം ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തുവെന്നാണ്. ഇത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം ആദ്യം പുറത്തുവന്ന ക്ലാസിഫൈഡ് അസസ്മെന്റുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ ഭൂരിഭാഗം മിസൈൽ കേന്ദ്രങ്ങളും ലോഞ്ചറുകളും ഭൂഗർഭ സൗകര്യങ്ങളും ഇതിനകം തന്നെ വീണ്ടെടുത്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുദ്ധത്തിൽ ഇറാന്റെ സൈന്യം നാമാവശേഷമായെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സറ്റിന്റെയും വാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ. ഹോർമസ് കടലിടുക്കിന് സമീപമുള്ള 33 മിസൈൽ കേന്ദ്രങ്ങളിൽ 30 എണ്ണവും ഇറാൻ വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയതായാണ് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച ഏറ്റവും ആശങ്കാജനകമായ വിവരം. ലോകത്തെ എണ്ണ ഉപഭോഗത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ തന്ത്രപ്രധാനമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും ഓയിൽ ടാങ്കറുകൾക്കും ഇത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ കേന്ദ്രങ്ങളിലെ മിസൈലുകൾ മൊബൈൽ ലോഞ്ചറുകൾ വഴി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ നേരിട്ട് വിക്ഷേപിക്കാനോ ഇറാന് കഴിയുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നിലവിൽ 3 മിസൈൽ കേന്ദ്രങ്ങൾ മാത്രമാണ് ഇറാന് അപ്രാപ്യമായി തുടരുന്നത്. ഫെബ്രുവരി 28 ആരംഭിച്ച ഓപ്പറേഷൻ എപിക് ഫ്യൂറി എന്ന സംയുക്ത US-ഇസ്രായേൽ സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ സൈന്യം നിഷ്ക്രിയമായെന്നായിരുന്നു പെന്റഗണിന്റെ അവകാശവാദം. എന്നാൽ യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന മിസൈൽ ശേഖരത്തിന്റെയും മൊബൈൽ ലോഞ്ചറുകളുടെയും 70% ഇറാൻ ഇപ്പോഴും കൈവശം വെച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള ഭൂഗർഭ മിസൈൽ സംഭരണശാലകളിൽ 90% ഭാഗികമായോ പൂർണ്ണമായോ ഇപ്പോൾ പ്രവർത്തന സജ്ജമാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും സൈനിക പ്രകോപനം ഉണ്ടായാൽ ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ രീതിയിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്ന് ഇറാന്റെ താക്കീത്. നിലവിൽ 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശമുള്ള ഇറാൻ അത് 90% ഉയർത്തുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആണവായുധം നിർമ്മിക്കാൻ 90% സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആവശ്യമായി വരുന്നത്. ഇറാൻ പാർലമെന്ററി സമിതി വക്താവ് ഇബ്രാഹിം റൈസിയാണ് എക്സിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അമേരിക്കയിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ മറ്റൊരാക്രമണം ഉണ്ടായാൽ യുറേനിയം സമ്പുഷ്ടീകരണം 90% വർദ്ധിപ്പിക്കുന്നത് രാജ്യം ഗൌരവമായി പരിഗണിക്കും. ഇക്കാര്യത്തിൽ പാർലമെന്റ് അന്തിമ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ കടുത്ത നിലപാട്. കഴിഞ്ഞ വർഷം ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇറാന്റെ പക്കൽ ഇപ്പോഴുള്ള 400 കിലോഗ്രാമിലധികം വരുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയും സഖ്യകക്ഷികളെയും ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ആണവ സാങ്കേതിക വിദ്യ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ആവർത്തിക്കുമ്പോഴും തങ്ങളുടെ സുരക്ഷ അപകടത്തിലായാൽ പ്രതിരോധ നയത്തിൽ മാറ്റം വരുത്താൻ മടിക്കില്ല എന്ന വ്യക്തമായ സൂചനയാണ് ടെഹ്റാൻ നൽകുന്നത്. അതേസമയം ഭരണകൂടം ഈ കണ്ടെത്തലുകളെ കർശനമായി എതിർക്കുകയാണ്. ഇറാൻ സൈന്യം തകർക്കപ്പെട്ടുവെന്ന പ്രസ്താവന വൈറ്റ് ഹൌസ് വക്താവ് ഒലീവിയ വെയിൽസും ആവർത്തിച്ചു. സൈന്യം പുനഃസംഘടിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നവർ രാജ്യദ്രോഹികളാണെന്ന തരത്തിലുള്ള പരാമർശമാണ് പ്രസിഡന്റ് ട്രംപ് നടത്തിയത്. മാധ്യമങ്ങൾ ഇറാന്റെ PR ഏജന്റുമാരെ പോലെ പെരുമാറുന്നുവെന്നാണ് പെന്റഗൺ ഇതിനോട് പ്രതികരിച്ചത്. അമേരിക്ക നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി ആയുധശേഖരത്തിലുണ്ടായ കുറവാണ്. ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ, പാട്രിയറ്റ് ഇന്റർസെപ്റ്റർ മിസൈലുകൾ തുടങ്ങിയവയുടെ ശേഖരം വലിയ തോതിൽ കുറഞ്ഞതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി നേരിടാൻ കൂടുതൽ ആക്രമണങ്ങൾ നടത്തണമെങ്കിൽ നിലവിലുള്ള പരിമിതമായ ആയുധശേഖരത്തെ അത് കാര്യമായി ബാധിക്കും. ഉക്രൈൻ പോലുള്ള സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ നൽകുന്നതിനും ഇത് തടസ്സപ്പെടുത്തിയേക്കാം. ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കുന്നതിന് പകരം അവയുടെ പ്രവേശന കവാടങ്ങൾ മാത്രം അടയ്ക്കുക എന്ന തന്ത്രമാണ് അമേരിക്കൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. ബങ്കർ ബസ്റ്റർ മിസൈലുകളുടെ കുറവും ഭാവിയിൽ ചൈനയുമായോ വടക്കൻ കൊറിയയുമായോ ഉണ്ടായേക്കാവുന്ന യുദ്ധങ്ങൾക്കായി അവ കരുതി വെക്കേണ്ടി വന്നതുമാണ് ഇതിന് കാരണമായത്. എന്നാൽ ഈ തന്ത്രം വേണ്ടത്ര ഫലപ്രദമായില്ലെന്നും ഇറാന്റെ തിരിച്ചുവരവിനുള്ള ശേഷി അമേരിക്ക കുറച്ചു കാണിച്ചുവെന്നും പുതിയ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. നിലവിലെ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ട് യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ ഇറാന്റെ ഈ സൈനിക ശേഷി അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.